പത്തനംതിട്ട ജില്ലയിൽ സീതത്തോട് എന്ന സ്ഥലത്ത് ഹനീഫയുടെയും ലൈലയുടെയും 2 മക്കളിൽ മൂത്ത മകനായി ജനിച്ചു വളർന്ന് നീണ്ട 18 വർഷക്കാലം മദ്യപാനത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനുമൊക്കെ അടിമപ്പെട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ തലവേദനയായി തീർന്നിരുന്ന എൻ്റെ ജീവിതത്തെ മാറ്റിയെടുത്തത് ഈ സുവിശേഷമാണ്. സ്തോത്രം. ഈ യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ജീവിതത്തിൽ തന്ന ഈ വലിയ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് വന്നൊരു ചിന്തയെന്ന് പറയുന്നത്, സ്തോത്രം, മാർത്തയും മറിയും കരയുന്നത് കണ്ടിട്ട്, കൂടെ വന്ന യഹൂദന്മാരും കരയുന്നത് കണ്ടിട്ട്, സ്തോത്രം, അവർ കരയുന്നത് കണ്ടിട്ട് യേശുവിൻ്റെ ഉള്ളം നൊന്ത് കലങ്ങി. സ്തോത്രം. എൻ്റെയും നിങ്ങളുടെയും ഹൃദയം അറിയുന്ന ഒരുവനുണ്ട്. സ്തോത്രം. വേദന അറിയുന്ന ഒരുവനുണ്ട്. സ്തോത്രം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന, സ്തോത്രം, നിങ്ങളുടെ ആരുടെയും ഹൃദയം, സ്തോത്രം, ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയുവാൻ കഴിയത്തില്ല. എന്നാൽ സ്തോത്രം, ഉള്ളം നൊന്ത് കലങ്ങുന്ന ഒരു കർത്താവ് കണ്ണുനീര് കണ്ടിട്ട്, വേദന കണ്ടിട്ട്, ഹൃദയഭാരം കണ്ടിട്ട്, പ്രതിസന്ധി കണ്ടിട്ട്, പ്രതികൂലം കണ്ടിട്ട് അത് മറികടന്നു പോകുന്ന ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും വിളിക്കുന്നത്. സ്തോത്രം. എൻ്റെയും നിങ്ങളുടെയും കണ്ണുനീര് കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങുന്ന ഒരു കർത്താവിനെയാണ് ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ ഇരുന്ന് സേവിക്കുന്നത്. സ്തോത്രം. ഇത്ര ദൈവത്തെ, സ്തോത്രം, മഹത്വമുള്ള ദൈവത്തെ ആരാധിപ്പാൻ, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, സ്തോത്രം, നമ്മുടെ കണ്ണുനീര് കണ്ടിട്ട്, സ്തോത്രം, അത് കരഞ്ഞിട്ട് സ്തോത്രം കടന്നു പോകുന്ന ഒരു കർത്താവല്ല, അതിന് മറുപടി തന്നിട്ട് പോകുന്ന ഒരു കർത്താവിനെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. സ്തോത്രം. എൻ്റെയും നിങ്ങളുടെയും പ്രയാസം, എൻ്റെയും നിങ്ങളുടെയും വേദന, എൻ്റെയും നിങ്ങളുടെ ഉള്ളത്തിലെ അവസ്ഥ, സ്തോത്രം, അറിഞ്ഞ് അതിന് മറുപടി തരുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. സ്തോത്രം. പലരും പ്രാർത്ഥനകൾ, സ്തോത്രം, പല വിഷയങ്ങൾക്കും പ്രാർത്ഥിച്ചിട്ട് ഇനി മടുത്ത് കർത്താവേ, ഇത് ജീർണിച്ചു, ഈ അവസ്ഥ ഇനി ഒരിക്കലും പുറത്തു വരത്തില്ല. സ്തോത്രം. കാരണം 4 ദിവസം കഴിഞ്ഞ് കല്ലറയില്ല, ഇനി ഒരിക്കലും പുറത്തു വരുവാൻ ഒരു സാധ്യതയുമില്ല. പല പ്രാർത്ഥന വിഷയങ്ങളും കല്ലറയിൽ വെച്ച് മതിയാക്കിയിരിക്കുന്ന ചില വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ മറുപടി വെളിപ്പെടുവാൻ പോകുക. പലരും, സ്തോത്രം, അത് മതിയാക്കിയതാ, എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു, സ്തോത്രം, അതിന് ദൈവം മറുപടി തരുവാൻ പോകുക. പലരും മടക്കി വെച്ച വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാ. ചില ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാ. സ്തോത്രം. കരയുവാൻ തയ്യാറായാൽ, കണ്ണുനീരിന്റെ മുൻപിൽ, വേദനയുടെ മുമ്പിൽ ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ മറുപടി വെളിപ്പെടുവാൻ പോകുകയാ. ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാ. സ്തോത്രം. പലരും പറഞ്ഞു ഇതിനി പുറത്തു വരത്തില്ല. സ്തോത്രം. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, ഇനി ഒരു രക്ഷയുമില്ല. എൻ്റെ കണ്ണുനീര് ഞാൻ ഒരുപാട് ഒഴുക്കി, ഇനി ഒരു രക്ഷയുമില്ല. സ്തോത്രം. ഇനി ഇവൻ പുറത്തു വരുവാൻ പോകുന്നില്ല. സ്തോത്രം. ചില നാറ്റം വെച്ച വിഷയത്തിന്, ചില ജീർണത അനുഭവിച്ച വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിപ്പിക്കുവാൻ പോകുക. ദൈവം മറുപടി തരുവാൻ പോകുക. സ്തോത്രം. സങ്കീർത്തനത്തിൽ നിന്ന്, സ്തോത്രം, ഒന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. പെട്ടെന്ന്, സ്തോത്രം, എൻ്റെ ഹൃദയത്തിൽ ചെറിയൊരു ചിന്ത. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 46 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. പ്പെട്ട ഒരു, സ്തോത്രം, വചനഭാഗമാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. അവൻ എരീഹോവിലെത്തി. അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരീഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസ്രനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു. സ്തോത്രം. ഹല്ലേലൂയ. നിലവിളിയുടെ മുമ്പിൽ മറികടന്നു പോകുന്ന ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും സേവിക്കുന്നത്. സ്തോത്രം. പലരും, സ്തോത്രം, കൂടെ നടന്ന്, സ്തോത്രം, നമ്മളോട് മിണ്ടാതിരിക്കുവാൻ പറയുമ്പോഴും, ഒരു, സ്തോത്രം, കൂട്ടം നമ്മൾക്കെതിരെ ശബ്ദമുയർത്തുമ്പോഴും ശബ്ദത്തിന് കീഴടങ്ങി പറയുന്ന വ്യക്തി ജീവിതങ്ങളെ അനുസരിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുവാനല്ല ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. നമ്മുടെ ഹൃദയവേദനയോടെ, നമ്മുടെ ആവശ്യങ്ങളോടെ നാം ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ നിലവിളിക്കുവാൻ തയ്യാറായാൽ, പ്രതികരിക്കുവാൻ തയ്യാറായാൽ, വേദനയുടെ മുമ്പിൽ, സ്തോത്രം, കാണാൻ കഴിയാതെ, പലതും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല, പല ആത്മീയ അനുഗ്രഹങ്ങളിലും നമ്മുടെ കരങ്ങളിൽ എത്തുവാൻ കഴിയാതെ, സ്തോത്രം, പലതും നമ്മളെ കാണിക്കാതെ ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു മണ്ഡലത്തിൻ്റെ മുൻപിൽ നാം നിലവിളിക്കുവാൻ തയ്യാറായാൽ ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മളെ കാണിക്കാതെ, നിന്നെ ഒരു നാളും കാണിക്കുകയില്ലെന്ന്, നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന്, നിന്നെ എഴുന്നേൽപ്പിക്കത്തില്ലെന്ന്, സ്തോത്രം, പല കാഴ്ചകളിട്ട്, ലോകത്തിൻ്റെ പല കാഴ്ചകളിൽ നമ്മളെ കുടുക്കി ആത്മീക നന്മകളെ കാണിക്കാതെ, ആത്മീക കുരുട, സ്തോത്രം, നമ്മുടെ ഹൃദയത്തിൽ ഇട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ അകറ്റിക്കളയുന്ന വിഷയത്തിന്മേൽ നമ്മൾ ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ തയ്യാറായാൽ നമ്മുടെ കണ്ണുകളെ ദൈവം തുറക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മൾ കണ്ടനുഭവിക്കേണ്ടത്, നമ്മൾ കണ്ടു പ്രാപിക്കേണ്ടത്, നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ട പല
പല നന്മകളും സ്തോത്രം ദുഷ്ടനായവൻ മറച്ചിടുമ്പോൾ സ്തോത്രം മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നാം മിണ്ടാതിരിക്കുവാനല്ല, മറിച്ച് ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ തയ്യാറായാൽ സ്തോത്രം ദൈവം നമ്മുടെ കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നും സ്തോത്രം നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ വന്ന് ആരാധിക്കുമ്പോഴും വേണ്ടതുപോലെ കാണുവാൻ കഴിയാതെ, ആത്മീക നന്മകൾ പ്രാപിപ്പാൻ കഴിയാതെ, ആത്മീക അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ സ്തോത്രം വീണ്ടെടുക്കുവാൻ കഴിയാതെ, അതിനെ പ്രാപിച്ച് അനുഗ്രഹത്തോടെ സ്തോത്രം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, പ്രാർത്ഥനയിൽ വേണ്ടതുപോലെ ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ കഴിയാതെ സ്തോത്രം പലരുടെയും വാക്ക് കേട്ട് പലരും അവനോട് മിണ്ടാതിരിക്കുവാൻ അവനെ ശാസിച്ചു. പലരും, ഒരാളല്ല പലരും അവനോട് പറഞ്ഞു മിണ്ടാതിരിക്കാൻ. സ്തോത്രം പലരുടെയും വാക്കല്ല, സ്തോത്രം അവന് പലരുടെയും വാക്ക് കേൾക്കാതിരിക്കുവാൻ ഒരു കാര്യമുണ്ടായിരുന്നു. സ്തോത്രം കാരണം എന്താ? അവൻ ആ പറയുന്നവരെ ആരെയും കാണത്തില്ല. സ്തോത്രം കേൾക്കാം, പറയുന്നവരെ ആരെയും കാണത്തില്ല. സ്തോത്രം യേശു അതുവഴി പോകുന്നത് അവൻ കേട്ടു. സ്തോത്രം ദാവീദ് പുത്രൻ അതിലേ പോകുന്നെന്ന് അവൻ കേട്ടു. സ്തോത്രം അവൻ നിലവിളിച്ചതിന് കാര്യമുണ്ട്. അവന് കേൾക്കാമായിരുന്നു, ദൈവശബ്ദം അവന് കേൾക്കാമായിരുന്നു. നമ്മൾ പല കാഴ്ചകളിൽ കുടുങ്ങി, ലോകത്തിൻ്റെ പല സ്തോത്രം കാഴ്ചകൾ നമ്മുടെ കണ്ണിന് മുൻപിൽ വരുമ്പോൾ നമുക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നില്ല. വേണ്ടതുപോലെ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥനാമുറിയിലിരുന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കുവാൻ കഴിയാതെ പല കാഴ്ചകൾ കണ്ട് നാം ഈ ലോകത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും തിരിച്ചറിയണം, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തു നിന്ന് കടന്നു പോകേണ്ട ഞാനും നിങ്ങളും ഓരോരുത്തരും ദൈവശബ്ദത്തിന് ചെവികൾ കൊടുക്കാതെ സ്തോത്രം ഈ ലോകത്തിൻ്റെ പല ശബ്ദവും കാതിൽ കേട്ടുകൊണ്ട് ഈ ലോകത്തിൻ്റെ പല കാഴ്ചകളും കണ്ട് മുൻപോട്ട് പോകുമ്പോൾ സ്തോത്രം നമ്മുടെ മുൻപിൽ ദൈവം പല പ്രാവശ്യം കടന്നുപോയതാണ്. നമ്മളോട് പലപ്പോഴും ദൈവം സംസാരിച്ചതാണ്. എന്നിട്ടും വേണ്ടതുപോലെ നിലവിളിക്കുവാൻ കഴിയാതെ, ദൈവശബ്ദം കേട്ടിട്ടും വേണ്ടതുപോലെ ദൈവസന്നിധിയിലിരുന്ന് കരയുവാൻ കഴിയാതെ ഞാനും നിങ്ങളും മുൻപോട്ട് പോകുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം ആ കുരുടനെ പോലെ നമ്മുടെ അകക്കണ്ണൊന്ന് തുറക്കട്ടെ. സ്തോത്രം ദാവീദ് പുത്രൻ എന്നുള്ള വെളിപ്പാട് അവൻ്റെ ശബ്ദം സ്തോത്രം അവൻ്റെ ചെവിയിൽ കേട്ടപ്പോൾ അവൻ്റെ ഉള്ളത്തിൽ ദാവീദ് പുത്രൻ എന്നുള്ള വെളിപ്പാട്, അവൻ പ്രമാണമുള്ളിലുള്ളവനായിരുന്നു. സ്തോത്രം അവൻ എന്തെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്തോത്രം യേശു അതുവഴി നസ്രനായ യേശു കടന്നു പോകുന്നെന്ന് പറഞ്ഞപ്പോൾ യേശുവേ ദാവീദ് പുത്ര എന്ന് അവൻ വിളിക്കണമെങ്കിൽ അവൻ്റെ ഉള്ളത്തിൽ പ്രമാണമുണ്ടായിരുന്നു. ഇന്ന് ഞാനും നിങ്ങളും ഈ പുസ്തകം എടുത്ത് കയ്യിൽ സ്തോത്രം വെച്ച് പലയിടത്ത് യാത്ര ചെയ്യുന്നവരാണ്. സ്തോത്രം ഇത് കയ്യിലിരുന്നത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ ഉള്ളത്തിൽ ഇതുണ്ടാകണം. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ യേശുവേ ദാവീദ് പുത്ര എന്ന് വിളിക്കുവാൻ തക്കവണ്ണമുള്ള സ്തോത്രം വെളിപ്പാട് നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകണം. ആ ശബ്ദം കേൾക്കുവാനുള്ള സ്തോത്രം ചെവി നമ്മൾക്കുണ്ടായിരിക്കണം. പല ശബ്ദങ്ങളും കേട്ട് ദൈവശബ്ദത്തെ മറുതലിക്കുവാൻ ഇടയാകാതെ സ്തോത്രം യേശുവിനെ തിരിച്ചറിഞ്ഞ് സ്തോത്രം മറ്റു പലരുടെയും വാക്ക് കേട്ട് ആ ശബ്ദത്തെ സ്തോത്രം തട്ടിക്കളയുവാനല്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്തോത്രം യേശുവിൻ്റെ സന്നിധിയിൽ യേശു ആരെന്നിറഞ്ഞ് നിലവിളിക്കുവാൻ തയ്യാറായാൽ, വാക്ക് പറഞ്ഞവരല്ല, യേശു അവിടെ നിന്നു നമ്മുടെ പ്രശ്നത്തിനെ നോക്കി സ്തോത്രം നമ്മുടെ പ്രതിസന്ധിയെ നോക്കി മറികടന്നു പോകുന്നവനല്ല. പലരും അത് കണ്ടിട്ടും അവർക്ക് വേണേ പറയാമായിരുന്നു ഇവൻ കണ്ണ് കാണാത്തവനാണ്. സ്തോത്രം സഹോദര, യേശുവിന് നിന്നെ വിടുവിക്കുവാൻ കഴിയും. അവർ പലർ വിടുതൽ കണ്ടവരാണ് കൂടെ നടക്കുന്നവർ. എന്നാൽ അവരാരും പറഞ്ഞില്ല നീ വന്ന് വിടുതൽ പ്രാപിക്കാൻ, നീ മിണ്ടാതിരിക്കാനാ പറഞ്ഞ്. നിന്നെ മിണ്ടാതാക്കുന്നവരുടെ മുൻപിൽ സ്തോത്രം വായടപ്പിക്കുന്നവരുടെ മുൻപിൽ യേശുവിനെ ഉറക്കം നിലവിളിക്കുവാൻ തയ്യാറായാൽ, യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ യേശു നമുക്ക് മറുപടി തരുന്ന ദൈവമാണ്. സ്തോത്രം മറുപടി തന്നിട്ടേ അവൻ കടന്നു പോവുകയുള്ളൂ. ഇന്ന് പകൽക്കാലം ഏതു വിഷയത്തോടെ, ഏതു പ്രതിസന്ധിയുടെ നടുവിൽ നമ്മളായിരിക്കുന്നുവോ ആ വിഷയത്തിന് മറുപടി തരുവാൻ ദൈവം സർവശക്തനാണ്. അങ്ങനെയെങ്കിൽ സ്തോത്രം നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം. നമ്മുടെ പല വിഷയങ്ങൾക്കും സ്തോത്രം ദൈവം മറുപടി തരുവാൻ സർവശക്തനാണ്. ആ സ്തോത്രം മുമ്പേ പറഞ്ഞതുപോലെ ലാസർ കല്ലറയിലായി എന്ന് ദൈവത്തിന് വിഷയമല്ല. നമ്മൾക്ക് പലതും സ്തോത്രം വിഷയം നമ്മുടെ മുൻപിൽ നിൽക്കുന്നതാ. യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞ് നാം നിലവിളിക്കുവാൻ തയ്യാറായാൽ, നാം കരയുവാൻ തയ്യാറായാൽ അവൻ നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയമാണാലും അത് മറുപടി തന്നിട്ടേ അവൻ കടന്നു പോവുകയുള്ളൂ. ഇന്ന് പകൽക്കാലം